ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ് 8 CBSE ആനുവൽ എക്സാം ഒക്കെ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. ഈ വരുന്ന ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. യെസ്, നമ്മളിതാ ക്ലാസ് 9 CBSE സ്റ്റുഡൻസ് ആയിട്ട് മാറുവാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് നമ്മൾ എത്താൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റും നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് 9 CBSEയുടെ സിലബസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് ഏത് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ 10 CBSE സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ കഴിഞ്ഞ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുപാട് എഫേർട്ടാണ് അവർക്ക് ഇടേണ്ടി വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പലതിൻ്റെയും ബേസ് ഉണ്ടായിരുന്നില്ല. കാരണം 9 CBSE അവർ അത്ര കണ്ട് ഇമ്പോർട്ടൻസോടുകൂടി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. മക്കളെ, 9 CBSEയിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും കണ്ടിന്യൂഷൻ ആണ് 10 CBSEയിൽ നമുക്ക് വരാനിരിക്കുന്നത്. അതായത് പല കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇയറിൽ, അതായത് ക്ലാസ് 9 CBSEയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മക്കൾ ആലോചിച്ച് നോക്കുക, ബോർഡ് എക്സാമിന് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര കണ്ട് എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് ക്ലാസ് 9 CBSEയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി എക്സാം പാറ്റേണിലേക്ക് കടക്കുകയാണെങ്കിലോ, കൃത്യമായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ എന്താണോ അതേ ഫോമാറ്റിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് 9 CBSEയിൽ ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, അതായത് ക്ലാസ് 10 CBSEയുടെ ഒരു എക്സാക്ട് ഫോമാറ്റ് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് 9 CBSE എന്ന് പറയുന്നതും. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഈസി ആയിട്ട് വരുന്ന ഇയറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതിന് നമുക്ക് വേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ് 9 CBSE എന്ന് പറയുന്ന കടമ്പ തരണം ചെയ്യുന്നത്? അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് മക്കളെ നമ്മുടെ സൈലത്തിന്റെ ഫുൾ ടീമും നിങ്ങളെ കൂടെ ഉള്ളത്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സൈലം ഒരു ബിഗ് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് 22-ാം തീയതി രാത്രി. അപ്പോൾ മക്കൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ് 9 CBSE അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കുന്നത് എന്നല്ലേ. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് മക്കളെ നമ്മുടെ സൈലത്തിന്റെ ഫുൾ ടീമും നിങ്ങളെ കൂടെ ഉള്ളത്. സൈലം ഒരു ബിഗ് സർപ്രൈസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് 20-ാം തീയതി രാത്രി കൃത്യം 7:30. അപ്പോൾ മക്കൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ലൈവിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ മറക്കണ്ട, ഷാർപ്പ് 7:30 നമുക്ക് കണ്ടുമുട്ടാം. ബൈ.